സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് എത്ര നമുക്കൊരു ചെറിയ പീസിൽ നിന്നും ക്രോസ് പീസ് കട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു ചെറിയ പീസാണ്. നമുക്ക് പ്രത്യേകിച്ചും ബ്ലൗസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ക്രോസ് പീസിന് ചെറിയ പീസുള്ള ബാലൻസ് ഉണ്ടാവുള്ളൂ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ 3.5 ഇഞ്ച്, ഇവിടെ 3.5, 2.5, 4 എത്ര വേണമെങ്കിലാക്കാം. ഇവിടെ 3.5, പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ കോർണറിൽ നിന്ന് 3.5 ഇങ്ങോട്ട്, അപ്പോൾ 2 സൈഡിലേക്കും നമുക്ക് 3.5 മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ 2 ജോയിൻറ്റുകൾ തമ്മിൽ 2 പോയിൻ്റ് ഉണ്ടല്ലോ, അത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ മെറ്റീരിയൽ ചെറിയ പീസായ മെറ്റീരിയൽ ക്രോസായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ചെരിച്ച് ഒരു സ്കെയിൽ വീതി മതി നമുക്ക് ക്രോസ് പീസിന് വേണ്ടിയിട്ട്. കണ്ടോ, ഇത്രയും ക്രോസ് പീസ് കിട്ടി നമുക്ക്. ഇനി നമുക്ക് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കർവ് ചെരിഞ്ഞിരിക്കണം നമുക്ക് ഭാഗങ്ങൾ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ചെരിവില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ ഭാഗങ്ങളും നല്ല കറക്റ്റായിട്ട് ഇതുപോലെ ചെരിഞ്ഞ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കണം. ക്രോസ് പീസ് സാധാരണ നമുക്കിതിപ്പോൾ ലൈനിങ് മെറ്റീരിയൽ ആയ കാരണം അകമ്പുറം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് നല്ല വശവും വേണം ചേർത്ത് വെക്കാനായിട്ട്. നല്ല വശവും ചേർത്ത് ഇപ്പോൾ ഇതുപോലെ ഈ ഭാഗം ചെരിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ചെരിഞ്ഞിരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഭാഗം വേണം ഈ സൈഡ് വെക്കാനായിട്ട്. കണ്ടോ, ഇത് ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം ഏകദേശം ഒരു വി ഷേപ്പായിട്ട് വരണം. അതിനുശേഷം ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ ജോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ നീക്കി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ തയ്യൽ തുമ്പ് ഇതുപോലെ ഇത്രയും വരുമല്ലോ, ഇത്രയൊന്നും വേണ്ട, ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു 1/4 ഇഞ്ച് നീക്കി കട്ട് ചെയ്ത് മാറ്റാം. എന്തായി, ഈ 2 വശങ്ങളും ഇതുപോലെ കണ്ടോ, ഇവിടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ നിൽക്കാണ്ട് പുറത്തൊക്കെ കണ്ടോ, നല്ല ചേർന്ന് നല്ല ഭംഗിയായിട്ട് ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. എക്സ്ട്രാ എന്തെങ്കിലും ഇങ്ങനെ തുമ്പൊക്കെ നിൽക്കണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത്, ഇതുപോലെ കുറച്ചൊക്കെ നിൽക്കണമെങ്കിൽ കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെറിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. Thank you.